എല്ലാവർക്കും കവറ്റ് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ വീക്കിലി കറണ്ട് അഫെയർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 8 മുതൽ 14 വരെയുള്ള, അതായത് ജൂലൈ സെക്കൻഡ് വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹു വിൽ ബി ദ ഫ്ലാഗ് ബെയറർ അലോങ് വിത്ത് MC മേരി കോം അറ്റ് ദ ഓപ്പണിംഗ് സെറമണി ഓഫ് ടോക്കിയോ ഒളിമ്പിക്സ് ഫ്രം ഇന്ത്യ? അതായത് ടോക്കിയോ ഒളിമ്പിക്സിലെ ഓപ്പണിംഗ് സെറമണിയിൽ ആരൊക്കെയാണ് ഫ്ലാഗ് ബെയറർ ആയിട്ട് വരുന്നത്? അതായത് ഒരാൾ മേരിക്കോമാന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടി ഉണ്ട്. അത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഹർമൻപ്രീത് സിംഗ് ആണ്. ഹോക്കി പ്ലെയർ ആയിട്ടുള്ള ഹർമൻപ്രീത് സിംഗ് ആണ്. അപ്പോൾ നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സിനെ കുറിച്ചിട്ട് നോക്കാം. അതായത് 2020 സമ്മർ ഒളിമ്പിക്സ് 2020 നടക്കേണ്ടതായിരുന്നു. അത് കോവിഡ് കാരണം മാറ്റി വെച്ചിട്ടാണ് 2021 നടത്താൻ പോകുന്നത്. അപ്പോൾ അത് ഹോസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ടോക്കിയോ ആണ്. അതായത് ജപ്പാനിൽ ടോക്കിയോയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ എമോഷനാണ്. അതായത് യുണൈറ്റഡ് ബൈ എമോഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മസ്കറ്റിൻ്റെ പേരാണ് മിറൈറ്റോവ. ഇനി ആരൊക്കെയാണ് ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറേഴ്സ് നോക്കാം. അതായത് ഓപ്പണിംഗ് സെറമണിക്കും ക്ലോസിംഗ് സെറമണിക്ക് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലാഗ് ബെയറേഴ്സാണ്. ഓപ്പണിംഗ് സെറമണിക്ക് മേരി കോമും ഹർമൻപ്രീത് സിംഗുമാണ്. അതുപോലെ ക്ലോസിംഗ് സെറമണിക്ക് ഫ്ലാഗ് ബെയറായിട്ട് വരുന്നത് ബജറംഗ് പൂനിയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇൻ ജൂലൈ 2021 യൂണിയൻ ഗവൺമെൻറ് അനൗൺസ് ദ ക്രിയേഷൻ ഓഫ് വിച്ച് ന്യൂ മിനിസ്ട്രി? അതായത് ജൂലൈ 2021 യൂണിയൻ ഗവൺമെൻറ് ഒരു പുതിയ മിനിസ്ട്രി കൊണ്ടുവന്നു. അത് ഏതാ മിനിസ്ട്രി? അതായത് ആ മിനിസ്ട്രിയുടെ പേരാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ. ഈ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ കൈകാര്യം ചെയ്യേണ്ട ആരാണ്? അമിത്ഷായാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദ മൈത്രി പവർ പ്രൊജക്റ്റ് വിൽ ബി കമ്മീഷൻഡ് ഇൻ ഡിസംബർ ദിസ് ഇയർ ഇൻ വിച്ച് കൺട്രി? അതായത് മൈത്രി പവർ പ്രൊജക്റ്റ് ഏത് രാജ്യത്താണ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്? ഈ മൈത്രി ആയിട്ട് കുറേ ബന്ധപ്പെട്ടുള്ള, അതായത് ഇന്ത്യയും ബംഗ്ലാദേശ് തമ്മിലുള്ള കുറേ പ്രൊജക്റ്റാണ് മൈത്രി പ്രൊജക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വലിയ മൈത്രി പവർ പ്രൊജക്റ്റ് ബംഗ്ലാദേശിലാണ് വരാൻ പോകുന്നത്. ദെൻ നമുക്ക് ബംഗ്ലാദേശിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ നോക്കാം. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലിൻ്റെ പേരെന്താണ്? ധാക്ക. ബംഗ്ലാദേശിൻ്റെ കറൻസി എന്താണ്? ടാക്ക. പ്രൈം മിനിസ്റ്ററുടെ പേരെന്താണ്? ഷെയ്ഖ് ഹസീന. അതുപോലെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഹമീദാണ്. ദെൻ നെക്സ്റ്റ്, the legendary actor Dilip Kumar, who was popularly known as the tragedy king of Bollywood, passed away at the age of 98. Where was he born? അതായത് ലെജൻഡറി ആക്ടർ എന്നത് ദിലീപ് കുമാർ എവിടെയാണ് ജനിച്ചത് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം ജനിച്ചത് പാകിസ്ഥാനിലെ പേഷ്വാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അദ്ദേഹം ട്രാജഡി കിങ് ഓഫ് ബോളിവുഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലോഞ്ച്ഡ് ദ കൺട്രീസ് ഫസ്റ്റ് ഫാസ്റ്റ് ടാഗ് ബേസ്ഡ് ക്യാഷ്ലെസ് പാർക്കിംഗ് ഫെസിലിറ്റി അറ്റ് വിച്ച് മെട്രോ സ്റ്റേഷൻ? അതായത് രാജ്യത്തെ ആദ്യത്തെ ഫാസ്റ്റാഗ് ബേസ്ഡ് ക്യാഷ്ലെസ് പാർക്കിംഗ് ഫെസിലിറ്റി എവിടെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ കാശ്മീർ ഗേറ്റ് മെട്രോ സ്റ്റേഷൻ, അത് DMRCയുടെ അണ്ടറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. Then, in July 2021, President of India gave approval of the formation of the Department of Public Enterprise. The department comes under the administrative control of which ministry? അതായത് പ്രസിഡന്റ് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്ററുടെ അണ്ടറിലാണ്. ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? നിർമ്മല സീതാരാമനാണ്. ദെൻ ഹു വാസ് ഓണേർഡ് വിത്ത് 2021 ഹംബോൾട്ട് റിസർച്ച് അവാർഡ് ഫോർ എക്കണോമിക്സ്? അതായത് 2021 എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് അവാർഡായിട്ടുള്ള ഹംബോൾട്ട് റിസർച്ച് അവാർഡ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? കൗശിക് ബാസുവിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഐഡൻറ്റിഫൈ ദ മൊബൈൽ ആപ്പ് ദാറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ടു പ്രൊവൈഡ് ഓൺലൈൻ കോഴ്സസ് ഓൺ ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ ടെക്നിക്? അതായത് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ ടെക്നിക്ക് വേണ്ടിയിട്ട് മിനിസ്റ്റർ ഓഫ് ഫിഷറീസ് കൊണ്ടുവന്ന ആപ്പിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ മത്സ്യസേതു എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വിച്ച് സിറ്റി വിൽ ജോയിൻ്റ്ലി ഹോസ്റ്റ് ദ AFC വുമൻസ് ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇൻ 2022 അലോങ് വിത്ത് മുംബൈ? അതായത് 2022 AFC വുമൺ ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത് അത് മുംബൈയുടെ ഒപ്പം വേറൊരു സ്ഥലത്തും കൂടി നടത്താൻ പോകുന്നുണ്ട്. അത് ഏത് സ്ഥലം ചോദിച്ചാൽ പൂനെയാണ്. അതായത് മുംബൈയിലും പൂനെയിലും കൂടിയിട്ടാണ് AFC വുമൺ ഏഷ്യ കപ്പ് നടത്താൻ പോകുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇൻ ജൂലൈ 2021 കേശവ് ദത്ത്, എ 2-time ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ്, പാസ്ഡ് അവേ. ഇൻ വിച്ച് സ്പോർട്ട് ഡിഡ് ഹി റെപ്രസെൻറ്റ് ഇന്ത്യ ഇൻ ദ ഒളിമ്പിക് ഗെയിം? അതായത് 2-time ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് ഉള്ള കേശവ് ദത്ത് പാസ്ഡ് അവേ. അദ്ദേഹം ഏത് സ്പോർട്സിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്? അദ്ദേഹം ഒരു ഹോക്കി പ്ലെയർ ആയിരുന്നു.
അത് ഇപ്പോഴത്തെ ഹോക്കി ഇന്ത്യ പ്രസിഡൻ്റ് ആരാണ്? ഗ്യാനേന്ദ്ര നിംഗോബാമാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ, ഹൂ വോൺ ദ സിൽവർ ലേക്ക് ഓപ്പൺ ചെസ് ടൂർണമെൻറ്റ് ഇൻ സെർബിയ? അതേ സെർബിയയിൽ വെച്ച് നടന്ന സിൽവർ ലേക്ക് ഓപ്പൺ ചെസ് ടൂർണമെൻറ്റിൽ ജയിച്ചതാരാണ്? നിഹാൽ സാരനാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് കൺട്രി ഹാസ് ലോഞ്ച്ഡ് ദ ഫെൻഗ്വിൻ 3E മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ഫ്രം ഇറ്റ്സ് SLS-2 ലോഞ്ച് സൈറ്റ്? അതായത് ഫെൻഗ്വിൻ 3E ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ അപ്പോൾ അത് ചൈനയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ്, അത് സ്പേസ് ഏജൻസികൾ ഇമ്പോർട്ടൻ്റ് കേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് കുറച്ച് സ്പേസ് ഏജൻസികളെ വെച്ച് നോക്കാം. ഫസ്റ്റ് വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സ്പേസ് ഏജൻസിയുടെ പേരാണ് നാസ. നാസയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയാണ് ISRO. ദെൻ ISROയുടെ ഫുൾ ഫോമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ചൈനയുടെ സ്പേസ് ഏജൻസിയാണ് CNX. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ജപ്പാൻ്റെ സ്പേസ് ഏജൻസിയാണ് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി അഥവാ JEXA. യൂറോപ്പിൻ്റെ സ്പേസ് ഏജൻസിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ESA. പാകിസ്ഥാൻ സ്പേസ് ഏജൻസിയുടെ പേരാണ് സുപ്പാർക്കോ അഥവാ സ്പേസ് ആൻഡ് അപ്പർ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് കമ്മീഷൻ. റഷ്യയുടെ സ്പേസ് ഏജൻസിയാണ് റഷ്യൻ ഫെഡറൽ സ്പേസ് ഏജൻസി ഓർ RFSA. ദെൻ ഇൻ വിച്ച് കൺട്രി ഹാസ് ദ വേൾഡ് ഫസ്റ്റ് 3D പ്രിൻറ്റഡ് സ്കൂൾ ഓപ്പൺഡ്? അതായത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് 3D പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ നിർമ്മിച്ചത് എവിടെ വെച്ചിട്ടാണ്? അത് മലാവി എന്ന് പറഞ്ഞ രാജ്യത്ത് വെച്ചിട്ടാണ്. ഇതാണ് ഈ കാണുന്നതാണ് സ്കൂള്. അത് 3D പ്രിൻറ്റിംഗ് ടെക്നോളജി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്കൂളാണ്. ദെൻ സ്വാമി പ്രക്ഷാനന്ദ ഹു പാസ്ഡ് അവേ വാസ് ദ സ്പിരിച്വൽ ലീഡർ ആൻഡ് ഫോർമർ ഹെഡ് ഓഫ് ദ വിച്ച് മുട്ട്? അതായത് സ്വാമി പ്രക്ഷാനന്ദ ഏത് മുട്ടിലെ സ്പിരിച്വൽ ലീഡർ ആയിരുന്നു? അദ്ദേഹം കേരളത്തിലെ വർക്കല ശിവഗിരി മുട്ടിലെ സ്പിരിച്വൽ ലീഡർ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ഫോർമർ ഹിമാചൽ പ്രദേശ് ചീഫ് മിനിസ്റ്റർ വീരഭദ്ര സിംഗ് ഹു പാസ്ഡ് അവേ ഇൻ ജൂലൈ 2021 ഹാഡ് ബീൻ ദ CM ഓഫ് ഹിമാചൽ പ്രദേശ് ഫോർ ഹൗ മെനി ടൈംസ്? അതായത് ഫോർമർ ഹിമാചൽ പ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന വീരഭദ്ര സിംഗ് എത്ര പ്രാവശ്യം ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ചോദിച്ചാൽ അദ്ദേഹം 6 പ്രാവശ്യം ഹിമാചലിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജോവനിൽ മോയ്സെ ഹു വാസ് അസാസിനേറ്റഡ് ആഫ്റ്റർ ആൻ അറ്റാക്ക് വാസ് ദ കറൻറ്റ് പ്രസിഡൻറ്റ് ഓഫ് വിച്ച് കൺട്രി? അതായത് ജോവനിൽ മോയ്സെ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം അസാസിനേറ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു? അദ്ദേഹം ഹെയ്ത്തി പ്രസിഡൻ്റ് ആയിരുന്നു. ദെൻ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്ന ഓപ്ഷനിലെ കൺട്രികളുടെ ക്യാപിറ്റൽ നോക്കാം. അതിൽ കോസ്റ്ററിക്കയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സാൻജോസ് ആണ്. ഹെയ്ത്തിയുടെ ക്യാപിറ്റൽ എന്ന് പോർട്ട് ഓഫ് പ്രിൻസ് ആണ്. ക്യൂബയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹവാനയാണ്. ജമൈക്കയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കിങ്സ്റ്റൺ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജെയിംസ് ആൻഡേഴ്സൺ ഹു റീച്ച്ഡ് എ റിമാർക്കബിൾ മൈൽ സ്റ്റോൺ ഇൻ ഹിസ് കരിയർ ആസ് ഹി സ്കാൾപ്ഡ് ഹിസ് 1000th ഫസ്റ്റ് ക്ലാസ് വിക്കറ്റ് ഹെയിൽസ് ഫ്രം വിച്ച് കൺട്രി? ജെയിംസ് ആൻഡേഴ്സൺ ബോളറാണ്, ക്രിക്കറ്റിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ബോളറാണ്. അദ്ദേഹം ഏത് കൺട്രിയിൽ നിന്നാണ് ചോദിച്ചിട്ടുണ്ട്? അദ്ദേഹം UK-യിലാണ്. അതായത് ഇംഗ്ലണ്ട് പ്ലെയറാണ് ജെയിംസ് ആൻഡേഴ്സൺ. അതുപോലെ തന്നെ BCCയുടെ പ്രസിഡൻ്റാണ് ആരാണ്? സൗരവ് ഗാംഗുലി. ദെൻ നെക്സ്റ്റ് ഹു ഈസ് ദ ഹെഡ് ഓഫ് കമ്മിറ്റി ഫോംഡ് ടു കർബ് ദ ഡിജിറ്റൽ മോണോപ്ലീസ് ഇൻ ദ കൺട്രി ബൈ യൂണിയൻ കൊമേഴ്സ് മിനിസ്ട്രി? അതായത് ഒരു യൂണിയൻ കൊമേഴ്സ് മിനിസ്ട്രി ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ കമ്മിറ്റിയാണ് ടു കർബ് ദ ഡിജിറ്റൽ മോണോപ്ലീസ്. അതിൻ്റെ ഹെഡ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡ് ആരാണ്? RS ശർമ്മയാണ്. ദെൻ ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ CEO ഓഫ് വെസെ എ ക്രൗഡ് സോഴ്സൽ നാവിഗേഷൻ ആപ്പ് ആൻഡ് സബ്സിഡിയറി ഓഫ് ടെക് ജയൻറ്റ് ഗൂഗിൾ? അതായത് വെസെ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ CEO ആരാന്ന് ചോദിച്ചാൽ അതായത് അത് ഗൂഗിളിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ് വെസെ. അപ്പോൾ അതിൻ്റെ CEO ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ CEO ആരാണ്? നേഹ പരിക്കാണ്. അപ്പം നേഹ പരിക്കാണ്. ഗൂഗിളിൻ്റെ CEO ആരാണ്? ഗൂഗിളിൻ്റെ CEO ആണ് സുന്ദർ പിച്ചൈ. ദെൻ ഹു ബിക്കെയിം ദ ഫസ്റ്റ് പേഴ്സൺ ടു കംപ്ലീറ്റ് ദ വേൾഡ് ഫസ്റ്റ് സോളോ മോട്ടോർ സൈക്കിൾ എക്സ്പെഡിഷൻ കവറിങ് 18 മൗണ്ടൻ പാസസ് ഇൻ ദ ഹിമാലയ? അതായത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഹിമാലയത്തിലെ 18 മൗണ്ടൻ പാസും കവർ ചെയ്തിട്ടുള്ള സോളോ മോട്ടോർ സൈക്കിൾ എക്സ്പെഡിഷൻ ചെയ്തിട്ടുള്ള ആളുടെ പേരെന്താണ്? കാഞ്ചൻ ഉഗുർസണ്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
ഹൂ ബിക്കെയിം ദ വേൾഡ് ലീഡിംഗ് റൺ സ്കോറർ ഇൻ വുമൺ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഇൻ ഓൾ 3 ഫോർമാറ്റ്. അതായത് വുമൺസ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് 3 ഫോർമാറ്റ്, അതായത് T20, OD, ടെസ്റ്റ് ഫോർമാറ്റിൽ ലീഡിംഗ് റൺ സ്കോറർ ആരാണ്? മിതാലി രാജാണ്. ഇന്ത്യയുടെ തന്നെ മിതാലി രാജാണ്. ദെൻ where did the Indian Army inaugurated a war memorial on the occasion of the birthday of Captain Gurjinder Singh Suri, who died during the Operation Birsa Munda in 1999? അതായത് ബിർസ മുണ്ട ഓപ്പറേഷൻ്റെ ഒരു വാർ മെമ്മോറിയലായിട്ട്, അതായത് 1999 നടന്ന ഓപ്പറേഷൻ ബിർസ മുണ്ടയുടെ വാർ മെമ്മോറിയൽ എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത്? ഗുൽമാർഗിലാണ്. ഈ ഓപ്പറേഷൻ ബിർസ മുണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പാകിസ്ഥാൻ പോസ്റ്റിൽ നടന്നിട്ടുള്ള ബീഹാർ ബറ്റാലിയൻ, അതായത് ഇന്ത്യൻ ആർമിയിൽ ബീഹാർ ബറ്റാലിയൻ നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ബിർസ മുണ്ട. അത് നടത്തിയത് 1999. ദെൻ ആഫ്റ്റർ വിച്ച് ബോളിവുഡ് ആക്ട്രസ് ഹാസ് ദ ഇന്ത്യൻ ആർമി നെയിംഡ് വൺ ഓഫ് ഇറ്റ്സ് ഫയറിംഗ് റേഞ്ചസ് ഇൻ കാശ്മീർ? അതായത് കാശ്മീരിലെ ഒരു ഫയറിംഗ് റേഞ്ചിനെ ഇന്ത്യയുടെ ഒരു ലീഡിംഗ് ആയിട്ട് ഒരു ആക്ട്രസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഏത് ആക്ട്രസിൻ്റെ പേരിലാണ് ആ ഫയറിംഗ് റേഞ്ച് അറിയപ്പെടുന്നത്? വിദ്യാബാലൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. വിദ്യാബാലൻ ഫയറിംഗ് റേഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ വേർ ഡിഡ് ആമസോൺ ഇന്ത്യ ലോഞ്ച് ഇറ്റ്സ് ഫസ്റ്റ് ഡിജിറ്റൽ കേന്ദ്ര ഇൻ ഇന്ത്യ ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ഡിജിറ്റൈസ് 10 മില്യൺ ഇന്ത്യൻ മൈക്രോ, അതായത് ഇന്ത്യൻ MSME 2025. അതായത് ഒരു ആമസോൺ ഇന്ത്യ ഒരു ഡിജിറ്റൽ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. അത് എവിടെ വെച്ചാണ് സ്ഥാപിച്ചിട്ടുള്ള? സൂറത്തിലാണ്. അപ്പോൾ ആമസോണിൻ്റെ CEO ആരാണ്? ആൻഡി ജെസി ആണ്. അതായത് ജെഫ് ബെസോസ് സ്ഥാനം മാറിയിട്ടാണ് ഇപ്പോൾ പുതിയ CEO ആണ് ആൻഡി ജെസി. Then, in July 2021, Manu Soni resigned from the post of CEO of which organization? അതായത് മനു സോനി ഏതൊരു ഓർഗനൈസേഷൻ്റെ CEO പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഏത് ഓർഗനൈസേഷനാണ്? ICC, അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO പോസ്റ്റിൽ നിന്നാണ് അദ്ദേഹം രാജിവെച്ചത്. ദെൻ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നതാണ് ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ലോസൻ, സ്വിറ്റ്സർലൻഡാണ്. അതുപോലെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയും ലോസൻ, സ്വിറ്റ്സർലൻഡിൽ തന്നെയാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഫിഫ, അതായത് ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് സൂറിച്ച്, സ്വിറ്റ്സർലൻഡിൽ തന്നെയാണ്. ദെൻ ICCയുടെ ഹെഡ്, അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹെഡ് വരുന്നത് ദുബായ്, UAE ആണ്. ദെൻ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ക്വാലലംപൂർ, മലേഷ്യയിലെ ക്വാലലംപൂറിലാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ്റെ ഹെഡ് ഫ്രാൻസിലെ മൊണോക്കോയിലാണ്. വിച്ച് ഇന്ത്യൻ ഹാസ് ബിൻ അവാർഡ് ദ ഹംബിൾ റിസർച്ച് അവാർഡ് ഫോർ എക്കണോമിക്സ് ബൈ ബുഷേറിയസ് ലോ സ്കൂൾ, ഹാംബർഗ്, ജർമ്മനി. അതായത് ഹംബിൾ റിസർച്ച് അവാർഡ് ആർക്കായിട്ട് കിട്ടിയിട്ടുള്ളത് കൗശിക് ബാസുവിനാണ്. ദെൻ കുമാർ റാംസെ ഹു പാസ്ഡ് അവേ വാസ് റിലേറ്റഡ് ടു വിച്ച് ഫീൽഡ്? ഈ കുമാർ റാംസെ റീസെൻ്റ്ലി ആയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഏത് ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം ഒരു ഫിലിം മേക്കറാണ്. നമ്മൾ റാംസെ ബ്രദേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ്, ഹു ഹെഡഡ് ദ ടീം ദാറ്റ് ക്രിയേറ്റഡ് ദ 69 feet വേൾഡ് ടോളസ്റ്റ് സാൻഡ് കാസിൽ ഇൻ ഡെൻമാർക്ക്? അതായത് ലോകത്തിലെ തന്നെ ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡ് കാസിൽ, മണലുകൊണ്ടുള്ള ഒരു കാസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 69 feet. അതിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം വിൽഫ്രഡ് സിഡ്ജറാണ്. നമുക്ക് ഡെൻമാർക്കിനെ കുറിച്ച് നോക്കാം. ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റൽ എന്താണ്? കോപ്പൻഹാഗൻ ആണ്. ഡെൻമാർക്കിൻ്റെ കറൻസി ഏതാണ്? ഡാനിഷ് ക്രോണ്. ഹു ബിക്കെയിം ദ ആക്ടിംഗ് CEO ഓഫ് ICC ആഫ്റ്റർ ദ റിസൈനേഷൻ ഓഫ് മനു സോനി ഫ്രം ദ പോസ്റ്റ് ഓഫ് CEO ഇൻ ജൂലൈ 2020? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മനു സോനി റിസൈൻ ചെയ്തു. എന്നിട്ട് അതിൽ നിന്നൊക്കെ ആക്ടിംഗ് CEO ആയിട്ട് ആരാ വന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്? അത് ജോഫ് അലാർഡിസ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, സൈല അവൻ്റെ ഗ്രേഡ് ഹു ഹാസ് വോൺ ദ 2021 സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി ഹെയിൽസ് ഫ്രം വിച്ച് കൺട്രി? അതായത് 2021 സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി വോൺ ചെയ്ത് സൈല അവൻ്റെ ഗ്രേഡ് എന്ന് പറഞ്ഞ കുട്ടി എവിടെ നിന്നാണ്? അത് USA സിറ്റിസൺ ആണ്. ദെൻ ദ ബുക്ക് ടൈറ്റിൽ ദ ലൈറ്റ് ഓഫ് ഏഷ്യ ഈസ് റിട്ടൺ ബൈ ഹും? ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞ ബുക്ക് ആരാണ് എഴുതിയിട്ടുള്ളത്? ജയറാം രമേശാണ്. ദെൻ ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ഇന്ത്യസ് ഫസ്റ്റ് മാരിടൈം ആർബിട്രേഷൻ സെൻറ്റർ ഗോയിങ് ടു ബി സെറ്റ്? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് മാരിടൈം ആർബിട്രേഷൻ സെൻറ്റർ എവിടെയാണ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്? ഗുജറാത്തിലാണ്.
സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ടോപ്പ് ദ കൺട്രി അണ്ടർ നിഷ്ട പ്രോഗ്രാം. നിഷ്ട എന്ന പ്രോഗ്രാമിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് സ്റ്റേറ്റാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത്? ജമ്മു ആൻഡ് കാശ്മീരാണ്. സയ്യിദ് ഒസ്മാൻ അസാർ മക്സി, എ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഹു ഹാസ് ബീൻ ഗ്രാൻറ്റഡ് ദ പ്രസ്റ്റീജിയസ് യുണൈറ്റഡ് കിങ്ഡം കോമൺവെൽത്ത് പോയിൻറ്റ്സ് ഓഫ് ലൈറ്റ് അവാർഡ് ഫോർ ഹിസ് ഇനീഷ്യേറ്റീവ് ഹങ്ങർ ഹാസ് നോ റിലീജിയൻ ഹെയിൽസ് ഫ്രം. അതായത് സയ്യിദ് ഒസ്മാൻ അസാർ മക്സി, അതേ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. അദ്ദേഹത്തിന് പ്രസ്റ്റീജിയറുള്ള അതായത് UK നിന്നുള്ള ഒരു കോമൺവെൽത്ത് പോയിൻറ്റ്സ് ഓഫ് ലൈറ്റ്സ് അവാർഡ് കിട്ടി. അതായത് എന്ത് ഇനീഷ്യേറ്റീവാണ്? ഹങ്ങർ ഹാസ് നോ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഹങ്ങർ ഹാസ് നോ റിലീജിയൻ. അദ്ദേഹം എവിടെ നിന്നാണ്, ഇന്ത്യയിൽ എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിന് ഉത്തരം വന്ന ഹൈദരാബാദിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ ലോഫൻ ഹാസ് ബീൻ റീഅപ്പോയിൻറ്റഡ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി? അതായത് സ്റ്റീഫൻ ലോഫൻ ഏത് കൺട്രിയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് വീണ്ടും റീഅപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്? സ്വീഡൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കൺട്രികളുടെ ക്യാപിറ്റലും കറൻസി നോക്കാം. എത്യോപ്യയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അഡീസ് അബാബയാണ്. കറൻസി എന്ന് പറഞ്ഞാൽ എത്യോപ്യൻ ബിറാണ്. ദെൻ നെക്സ്റ്റ് കൺട്രി സ്വീഡനാണ്. സ്വീഡൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്ക്ഹോമാണ്. കറൻസി സ്വീഡിഷ് ക്രോണയാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഡെൻമാർക്ക്. ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റലാണ് കോപ്പൻഹേഗൻ. കറൻസി ഡാനിഷ് ക്രോണാണ്. തുർക്കിയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അൻകാറയാണ്. തുർക്കിയുടെ കറൻസി എന്ന് പറഞ്ഞാൽ ടർക്കിഷ് ലിറയാണ്. ദെൻ വാട്ട് ഡസ് T സ്റ്റാൻഡ്സ് ഫോർ ഇൻ നിഷ്ട ആൻഡ് ഇനീഷ്യേറ്റീവ് ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ്? നമ്മൾ നേരത്തെ പറഞ്ഞ് ജമ്മു കാശ്മീർ ടോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു നിഷ്ട സ്കീമിൽ. അതിൽ ഈ നിഷ്ടയിൽ T എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? T എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്. നിഷ്ടയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെൻറ്റ് എന്നാണ്. നെക്സ്റ്റ് ബസിലിയസ് മാർത്തോമ പൗലോസ് II, ദ സുപ്രീം ഹെഡ് ഓഫ് വിച്ച് ചർച്ച് പാസ്ഡ് എവേ റീസെൻ്റ്ലി? അതായത് ബസിലിയസ് മാർത്തോമ പൗലോസ് II ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് പാസ്ഡ് എവേ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഏത് സഭയുടെ സുപ്രീം ഹെഡായിരുന്നു ചോദിച്ചാൽ അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൻ്റെ സുപ്രീം ഹെഡായിരുന്നു. ദെൻ വിനയ് പ്രകാശ് ഹാസ് ബീൻ നെയിംഡ് ആസ് റെസിഡൻറ്റ് ഗ്രീവിയൻസ് ഓഫീസർ ഫോർ ഇന്ത്യ ബൈ വിച്ച് പ്ലാറ്റ്ഫോം? അതായത് ഏതൊരു പ്ലാറ്റ്ഫോം, അതായത് മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഗ്രീവിയൻസ് അതായത് റെസിഡൻറ്റ് ഗ്രീവിയൻസ് ഓഫീസറായിട്ട് വിനയ് പ്രകാശ് നിർമ്മിച്ചിട്ടുണ്ട്. അത് ഏത് പ്ലാറ്റ്ഫോമിൻ്റെയാണ്? ട്വിറ്ററിൻ്റെയാണ്. ഇത് കുറേ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുള്ള കേസുകളാണ് ട്വിറ്ററിൻ്റെ റെസിഡൻറ്റ് ഗ്രീവിയൻസ് ഓഫീസറായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അതാരാണ്? വിനയ് പ്രകാശാണ്. വിനയ് പ്രകാശ്. ദെൻ ട്വിറ്ററിൻ്റെ CEO ആരാണ്? ജാക്ക് ഡോഴ്സി. ദെൻ ഇറ്റലി ഡിഫീറ്റഡ് വിച്ച് കൺട്രി ടു വിൻ യൂറോ കപ്പ് 2020? അതായത് ഇപ്പോൾ ഈ അടുത്ത് നടന്ന യൂറോ കപ്പ് 2020 ഏത് കൺട്രീനെ തോൽപ്പിച്ചാണ് ഇറ്റലി ചാമ്പ്യന്മാരായത്? UK. അതായത് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ടാണ് ഇറ്റലി ചാമ്പ്യന്മാരായത്. നമുക്കെന്നാൽ യൂറോൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലൈൻ നോക്കാം. ഇപ്പോൾ യൂറോ കപ്പ് 2020 വിന്നർ ആരാണ്? ഇറ്റലിയാണ്. റണ്ണറപ്പ് ആരാണ്? സെക്കൻഡ് വന്നത് ആരാണ്? ഇംഗ്ലണ്ടാണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആരാണ്? ജിയാൻ ലുജി ഡൊണാർമ. അതായത് ഇറ്റാലിയൻ പ്ലെയർ ആയിട്ടുള്ള ജിയാൻ ലുജി ഡൊണാർമയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ്. യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആരാണ്? പെഡ്രി. അദ്ദേഹം സ്പെയിനിൽ നിന്നുള്ള പ്ലെയറാണ്. ടോപ്പ് സ്കോററാണ് ആരാണ്? പോർച്ചുഗലിൽ നിന്നുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അർജൻറ്റീന ഡിഫീറ്റഡ് വിച്ച് കൺട്രി ടു വിൻ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ്? അർജൻറ്റീന ആരെ തോൽപ്പിച്ചിട്ടാണ് കോപ്പ അമേരിക്കയിൽ ടൂർണമെൻറ്റിൽ ജേതാക്കളായത്? ബ്രസീലിനെ തോൽപ്പിച്ചിട്ടാണ്. നമുക്ക് ഇതേപോലെ തന്നെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ നോക്കാം. ഏത് കൺട്രിയാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്? ബ്രസീലാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വിന്നർ ആരാണ്? അർജൻറ്റീന. റണ്ണറപ്പ് ആരാണ്? ബ്രസീൽ. ബെസ്റ്റ് പ്ലെയർ ആരാണ്? ലയണൽ മെസ്സി. ടോപ്പ് സ്കോറർ ആരാണ്? ലയണൽ മെസ്സി. ദെൻ ഹൂ വോൺ ദ മെൻസ് ആൻഡ് വുമൺ സിംഗിൾ വിംബിൾഡൺ ടെന്നീസ് ടൈറ്റിൽ ഹെൽഡ് ഇൻ ജൂലൈ 2021 റെസ്പെക്റ്റീവ്? അതായത് വിംബിൾഡൺ ടെന്നീസിൽ മെൻസ് വുമൻസ് സിംഗിൾസ് ആരാണ് ജയിച്ചതെന്ന് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ ഉത്തരം നൊവാക് ജോക്കോവിച്ചും ആഷ്ലെക് ബാർട്ടിയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിംബിൾഡണിൻ്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ നോക്കാം. മെൻ സിംഗിൾ വിന്നർ ആരാണ്? നൊവാക് ജോക്കോവിച്ചാണ്. നമ്മളിതിനൊപ്പം തന്നെ റണ്ണറപ്പിനെയും കൂടി നമ്മളിത് പഠിച്ചേക്കണം. ചിലതിൽ റണ്ണറപ്പർമാരെ ചോദിക്കാറുണ്ട്, ആരെയും ഡിഫീറ്റ് ചെയ്തെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ റണ്ണറപ്പ് ആരാണ്? മാറ്റിയോ ബെറട്ടിനിയാണ്. അതേപോലെ വുമൺ സിംഗിൾ വിന്നർ ആരാണ്? ആഷ്ലെക് ബാർട്ടിയാണ്. റണ്ണറപ്പ് ആരാണ്? കരോലിന
പ്ലിസോക്ക് ആണ്. Then, according to BP statistical review of world energy, which country became the largest supplier of crude oil to India in 2020? അതായത് 2020 ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ സപ്ലയർ ആരാണ്? ഇറാഖാണ്. Then, where is NTPC Renewable Energy Limited planning to set up India's first green hydrogen mobility project? ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രൊജക്റ്റ് എവിടെയാണ് വരാൻ പോകുന്നത്? ലഡാക്കിലാണ്. വേർ വാസ് ഇന്ത്യ ഫസ്റ്റ് ക്രിപ്റ്റോഗാമിക് ഗാർഡൻ റീസെൻ്റ്ലി? ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് ക്രിപ്റ്റോഗാമിക് ഗാർഡൻ എവിടെയാണ് വരാൻ പോകുന്നത്? എവിടെയാണുള്ളത്? ഡെറാഡൂൺ. അതായത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വെച്ചിട്ടാണ് ഉള്ളത്. ദെൻ സെൻട്രൽ ഗവൺമെൻറ് ഈസ് പ്ലാനിങ് ടു കൺസ്ട്രക്ട് ഇന്ത്യ സെക്കൻഡ് ലോങ്ങസ്റ്റ് എക്സ്പ്രസ് വേ, ഗംഗ എക്സ്പ്രസ് വേ, കണക്റ്റിംഗ് ദ ടു സിറ്റീസ്. രണ്ട് സിറ്റികൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യ അടുത്തൊരു പ്ലാനിങ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ലോങ്ങസ്റ്റ് എക്സ്പ്രസ് വേ, അതായത് ഗംഗ എക്സ്പ്രസ് വേ കൊണ്ടുവരുന്നുണ്ട്. അത് ഏത് രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ, സിറ്റീസ് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? അതായത് യു പിയിലെ മീററ്റും പ്രയാഗ്രാജ് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. ദെൻ വിച്ച് ഈസ് ദ ഫസ്റ്റ് ഫോറിൻ കൺട്രി ടു ഇംപ്ലിമെൻറ്റ് ഇന്ത്യസ് ഭീം UPI സ്റ്റാൻഡേർഡ് ഫോർ ഇറ്റ്സ് QR ഡിപ്ലോയ്മെൻറ്റ്? അതായത് ഇന്ത്യയുടെ ഒരു ഒരു ഫോറിൻ കൺട്രി ഇന്ത്യയുടെ ഭീം UPI സ്റ്റാൻഡേർഡ്സ് അവരുടെ QR ഡിപ്ലോയ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ഏത് രാജ്യമാണ്? ഭൂട്ടാനാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്നൊക്കെ ഇന്ത്യയുടെ നൈബറിങ് കൺട്രീസാണ്. അപ്പോൾ ഈ നൈബറിങ് കൺട്രീസിൻ്റെ ക്യാപിറ്റൽ കറൻസി നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ മാൽഡീവ്സിൻ്റെ ക്യാപിറ്റൽ ഏത്? മാലിയാണ്. മാൽഡീവ്സിൻ്റെ കറൻസി എന്ന് പറഞ്ഞാൽ മാൽഡീവിയൻ റുപ്പിയാണ്. ശ്രീലങ്കയുടെ ക്യാപിറ്റൽ ശ്രീ ജയവർദ്ധനപുര കോട്ടയാണ്. കറൻസി എന്ന് പറയുന്നത് ശ്രീലങ്കൻ റുപ്പിയാണ്. നേപ്പാളിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കാത്മണ്ഡു ആണ്. കറൻസി എന്ന് പറഞ്ഞാൽ നേപ്പാളീസ് റുപ്പിയാണ്. ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തിംഫു ആണ്. അതിൻ്റെ കറൻസി എന്ന് പറഞ്ഞാൽ എംഗുൾട്രാണ്. ദെൻ നെക്സ്റ്റ്, ഹു ഓതേർഡ് ദ ബുക്ക് ദ ലോങ് ഗെയിം ഹൗ ദ ചൈനീസ് നെഗോഷിയേറ്റ് വിത്ത് ഇന്ത്യ? അതായത് ദ ലോങ് ഗെയിം ഹൗ ദ ചൈനീസ് നെഗോഷിയേറ്റ് വിത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുള്ള ആരാണ്? വിജയ് കേശവ് ഗോഖലെയാണ് എഴുതിയിട്ടുള്ളത്. ദെൻ ഫോർ ദ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ഫിസ്ക്കൽ ഇൻ 2019-20 വിച്ച് കൺട്രി റിമെയിൻഡ് ഇന്ത്യസ് ടോപ്പ് ട്രേഡിംഗ് പാർട്ട്ണർ? അതായത് ഈ 2019-2020 ഫിസ്ക്കൽ ഇയറിൽ ഇന്ത്യയുടെ ടോപ്പ് ട്രേഡിംഗ് പാർട്ട്ണറായിട്ട് വന്നത് ആരാണ്? USA ആണ്. ദെൻ വേർ ഡിഡ് യൂണിയൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നിതിൻ ഗഡ്കരി ഇനോഗ്രേറ്റഡ് കൺട്രീസ് ഫസ്റ്റ് പ്രൈവറ്റ് LNG പ്ലാന്റ്? ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് പ്രൈവറ്റ് LNG പ്ലാന്റ് എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്? നാഗ്പൂരിലാണ്. വാട്ട് ഈസ് ദ തീം ഓഫ് കൗണ്ടർ ടെററിസം വീക്ക് 2020? അതായത് കൗണ്ടർ ടെററിസം വീക്കിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത്, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ആൻഡ് പ്രാക്ടിക്കൽ ചാലഞ്ചസ് ഓഫ് കൗണ്ടറിങ് ടെററിസം ഇൻ എ ഗ്ലോബൽ പാൻഡമിക് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജൂലൈ സെക്കൻഡ് വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 50 കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. നമ്മളിത് വീണ്ടും വായിച്ചു നോക്കുക. അപ്പോൾ ഈ കറണ്ട് അഫെയറിൻ്റെ PDF നിങ്ങൾക്ക് കവറ്റ് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.